ഹായ് ഗൈസ്, എത്ര ബാങ്ക് എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ലേ? എങ്കിലും എങ്ങനെ ബാങ്കിൽ സിമ്പിളായിട്ട് കയറാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ സൂരജ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു ബാങ്ക് മാനേജറാണ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം. ഈ കാര്യമാണ് ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ കാര്യം ഒരു ബാങ്കർ എന്ന് പറയുമ്പോൾ ഒരു എക്സാം എഴുതുന്ന എന്തായാലും അറിഞ്ഞിരിക്കണം ഈ കാര്യങ്ങൾ. ഇത് നമുക്ക് നോർമലി 4 ടൈപ്പ് ഓഫ് ബാങ്ക്സ് വരുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, സ്മോൾ ഫിനാൻസ് ബാങ്ക് സെക്ടേഴ്സ്, പിന്നെ കോപ്പറേറ്റീവ് സെക്ടേഴ്സ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം RBI അണ്ടർ വരുന്ന 4 കൈൻഡ് ഓഫ് ബാങ്ക്സ് വരുന്നത്. ഫസ്റ്റ് പബ്ലിക് സെക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം SBI, കാനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഈ ബാങ്കിന്റെ ഒരു ഇതാണ് പബ്ലിക് സെക്ടർ വരുന്നത്. ഇവിടെ എല്ലാം എക്സാം രീതിയിലാണ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. രണ്ടാമത് വരുന്നത് പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ രണ്ടായിട്ട് തിരിക്കാം. അതിൽ തന്നെ എക്സാം എഴുതി കയറുന്ന ബാങ്ക്സ് ഉണ്ട്, എക്സാം ഇല്ലാതെ കയറുന്ന ബാങ്ക്സ് ഉണ്ട്. അപ്പൊ എക്സാം എഴുതി കയറുന്ന ബാങ്ക് ഏതൊക്കെ നോക്കിയാലോ? ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കരൂർ വൈശ്യ ബാങ്ക്, IDFI ബാങ്ക്, പിന്നെ അതുകൂടാതെ തമിഴ്നാട് മർച്ചന്റ് ബാങ്ക്, കരൂർ വൈശ്യ ബാങ്ക്, പിന്നെ അതുകൂടാതെ സിറ്റി യൂണിയൻ ബാങ്ക്, എക്സിം ബാങ്ക്. ഈ ബാങ്കൊക്കെയാണ് എക്സാം മുഖേന കയറുന്നത്. നമ്മൾ നോർമൽ പബ്ലിക് സെക്ടർ പോലത്തെ എക്സാം ആയിരിക്കും വരുന്നത്. പിന്നെ പ്രൈവറ്റ് സെക്ടറിൽ ഇനി എക്സാം ഇല്ലാതെ ഇന്റർവ്യൂ അടിസ്ഥാനത്തിൽ എടുക്കുന്ന ബാങ്ക്സ് ഏതൊക്കെ നോക്കിയാലോ? HDFC, ICC ബാങ്ക്, പിന്നെ അതുകൂടാതെ നമ്മുടെ IDFC ഫസ്റ്റ് ബാങ്ക്, പിന്നെ ഇൻഡസ്ഇൻഡ് ബാങ്ക്. ഈ ബാങ്കൊക്കെയാണ് എക്സാം ഇല്ലാതെ ഇന്റർവ്യൂ അടിസ്ഥാനത്തിൽ എടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് സ്മോൾ ഫിനാൻസ് ബാങ്കിന് ആണ് വരുന്നത്. സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് നോർമൽ പബ്ലിക് സെക്ടർ എക്സാം അതേപോലെ തന്നെ നമുക്ക് വലിയ പ്രഷർ ഉണ്ടാവില്ല. ഇവിടെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുമ്പോൾ കുറെ പ്രഷർ അല്ലേ, ഇവിടെ അങ്ങനെ വലിയൊരു പ്രഷർ ഉണ്ടാവില്ല. എന്നാലും ഓക്കെയാണ്. ഇവിടെ വരുന്ന ബാങ്ക് ഏതൊക്കെ നോക്കിയാൽ AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഉജ്ജീവൻ ബാങ്ക്, യൂണിറ്റി ബാങ്ക്, കിറ്റാസ്, പിന്നെ അതുകൂടാതെ സൂര്യോദയം സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഉത്കർഷ് ബാങ്ക്, നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, അങ്ങനെ ബാങ്ക്സ് കുറെ ഉണ്ട്. പിന്നെ നമുക്ക് കോപ്പറേറ്റീവ് ബാങ്ക്. കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരള ബാങ്ക്, പിന്നെ അതുപോലെ MSC കോപ്പറേറ്റീവ് ബാങ്ക്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ല, ഇത് ബാങ്കിൽ വരുന്നത്, അതായത് RBI അണ്ടറിൽ വരുന്ന ബാങ്കിങ് സെക്ടേഴ്സ് ആണ്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ടിപ്സ് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ നിങ്ങൾ ഫസ്റ്റ് ഞാൻ പറയുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രൈവറ്റ് സെക്ടേഴ്സിന്റെ നോർമൽ നമ്മുടെ എക്സാം പറഞ്ഞില്ലേ, എക്സാം എഴുതി കയറുന്ന ആ ബാങ്കുകൾ ട്രൈ ചെയ്യാം. അപ്പോൾ കിട്ടാനുള്ള ചാൻസസ് കൂടുതൽ ചാൻസസ്. ചില ബാങ്കുകളൊന്നും ആർക്കും അറിയില്ല, അപ്പൊ അതുകൊണ്ട് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. രണ്ടാമത് ഞാൻ പറയുന്ന ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ ജോലി ചെയ്യുക, ഇന്റർവ്യൂ അടിസ്ഥാനത്തിൽ കയറി ജോലി ചെയ്യുക. എന്നിട്ട് ഒരു 1 year കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലോക്കൽ ബാങ്ക് ഓഫീസർ എന്ന വേക്കൻസി വിളിക്കും. അതായത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ലോക്കൽ ബാങ്ക് ഓഫീസറിനോട് ചാകരയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി വരുന്ന എല്ലാ ബാങ്കിലും ലോക്കൽ ബാങ്ക് ഓഫീസർ വേക്കൻസി വിളിക്കും. അത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് 95% ആണ്.